മണിപ്പൂരിൽ നേരത്തെ ഉണ്ടായ സംഘർഷങ്ങൾ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. വീണ്ടും അവിടെ സ്ഥിതിഗതികൾ വഷളാകുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇംഫാലിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ രാജ്ഭവന് നേരെ കല്ലേറുണ്ടായിരിക്കുന്നു. പ്രതിഷേധക്കാർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലെ ദേശീയ പതാക അഴിച്ചുമാറ്റി മറ്റൊരു പതാക അവിടെ സ്ഥാപിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നിരവധി വാഹനങ്ങളും വീടുകളും ഒക്കെ ഇപ്പോൾ ഈ സംഘർഷത്തിൽ തകർന്നിരിക്കുന്നു. വിനീത വിജി ഉണ്ട് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി. വിനീത, ഈ പ്രക്ഷോഭത്തെ തുടർന്നും ആണോ ഇത്രയും അക്രമ സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? നിലവിലെ സ്ഥിതി എന്താണ് വിനീത അവിടെ? ഉന്മേഷ്, നിലവിലും മണിപ്പൂരിൽ വലിയ രീതിയിലേക്കുള്ള ആശങ്കകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും വിദ്യാർത്ഥി പ്രതിഷേധവും ഒപ്പം സമാന രീതിയിലേക്കുള്ള സംഘർഷങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാക്കിയത്. ഇത് തുടർന്നുള്ള ആശങ്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് സാഹചര്യത്തെ കൊണ്ടെത്തിക്കുന്നത്. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷാ ഉപദേഷ്ടാവിനെ മാറ്റണമെന്നും DGP മാറ്റണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്ന് വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുണ്ടായിരുന്നത്. ആ പ്രതിഷേധം വലിയൊരു സംഘർഷത്തിലേക്ക് വഴിമാറുന്നതിനാണ് മണിപ്പൂരിൽ സാക്ഷ്യം വഹിച്ചിരുന്നത്. ഒപ്പം തന്നെ അവിടെ ഉണ്ടായ ദേശീയ പതാക, ഓഫീസിലെ ദേശീയ പതാക പ്രതിഷേധക്കാർ അഴിച്ചുമാറ്റുകയും പകരം 7 സിസ്റ്റേഴ്സിന്റെ പതാക അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഇതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം തന്നെ വീണ്ടും അവിടെ ബോംബാക്രമണം ഉണ്ടാവുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. നിരവധി വീടുകളും വാഹനങ്ങളും ഈ ആക്രമണത്തിൽ നശിച്ചതായിട്ടാണ് റിപ്പോർട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ ഒരു കുക്കി വനിത കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ആ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഒരു വിമുക്ത ഭടനെയാണ് ഈ അക്രമി സംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഇങ്ങനെ നിരവധി അക്രമ സംഭവങ്ങളാണ് ആ മേഖലയിലൊക്കെ തന്നെ അരങ്ങേറുന്നത്. അതേസമയം കോൺഗ്രസ് ഈ ഘട്ടത്തിൽ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കെതിരെയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധം ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. ഒരു നിസ്സംഗത മനോഭാവമാണ് ഈ മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ മണിപ്പൂർ സന്ദർശിക്കാത്തതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം BJPക്കെതിരെയും ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കെതിരെയും ഒക്കെ തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മണിപ്പൂർ എത്തുന്നത്. പക്ഷെ അതേസമയം ഈ വിവിധ മേഖലകളിൽ ഇപ്പോഴും ഈ ആക്രമണം ഉണ്ടായ പരിസരത്തുൾപ്പെടെ ഈ സുരക്ഷാ സേന അവിടെയൊക്കെ വലിയ രീതിയിൽ അവർ ഈ പരിശോധനകളും ഒപ്പം തന്നെ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 164 പേരെ ഈ നിയമലംഘനത്തിന്റെയും മറ്റും ഭാഗമായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് മണിപ്പൂരിൽ ഒരുക്കിയിരിക്കുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുവെന്നാണ് മണിപ്പൂർ സർക്കാർ ഒരു വശത്ത് അറിയിക്കുന്നു. പക്ഷെ മറുവശത്ത് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ അടക്കം പ്രതിഷേധവുമായി സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. ഉന്മേഷ്, ഇംഫാലിൽ വിദ്യാർത്ഥി പ്രതിഷേധമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി വലിയ സംഘർഷം അവിടെ ഉണ്ടായി. രാജ്ഭവന് നേരെ കല്ലേറുണ്ടായി. അങ്ങനെ നിലവിൽ സ്ഥിതി സംഘർഷഭരിതം എന്നാണ് വിനീത വിജി ഇപ്പോൾ അറിയിക്കുന്നത്. മണിപ്പൂർ വാർത്തയിൽ ചില വിഷയങ്ങളിലെ പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടിയുണ്ട്. എംബോക്സുമായി ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രാലയത്തിന്റെ വിശദീകരണം എന്താണെന്ന് വിനീത് നാരായണൻകുട്ടി ചോദിക്കുന്നുണ്ട്. അത് സ്ഥിരീകരിച്ച കാര്യം ഔദ്യോഗികമായി ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വിനീതിനെ അറിയിക്കട്ടെ. റീന പറയുന്നുണ്ട്, തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം വാർത്തയായിട്ടും അധികൃതർ ഉറങ്ങുകയാണോ? അവിടെയുള്ള കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർ വെള്ളമില്ലാതെ എത്ര കഷ്ടപ്പെടുന്നു? അങ്ങനെ ആ സ്ഥിതി വിശേഷവുമായി ബന്ധപ്പെട്ടാണ് പ്രതികരണം. മറ്റൊന്നാളെ തിരുവനന്തപുരത്ത് സ്കൂളുകളുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ഈ കുടിവെള്ള പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് അവധി ഉണ്ടായിരുന്നു. നാളെ അത്തരത്തിൽ ഒരു അവധി ഉള്ളതായി അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല എന്ന് കൂടി അറിയിക്കുകയാണ്. നമ്മൾ തിരികെ എത്തും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.